എ റഹീമിനെ ട്രോളുന്നവരുടെ ലക്ഷ്യം എന്ത്? മതം, ജാതി, നിറം, രൂപം എന്നിവയുടെ പേരിൽ ആക്ഷേപിക്കുന്നത് പോലെ തന്നെയാണ് ഭാഷാപരമായ പരിമിതികളെ അപഹസിക്കുന്നതും. എല്ലാവരും ഒരേ സാഹചര്യത്തിൽ വളരുന്നവരോ ഒരേപോലെ വിദ്യാഭ്യാസം ലഭിക്കുന്നവരോ അല്ല നമ്മുടെ നാട്ടിൽ. നമ്മുടെ പരിമിതികൾക്കും കുറവുകൾക്കും നമ്മൾ മാത്രവുമല്ല ഉത്തരവാദി. ഭാഷ ഐച്ഛിക വിഷയമായെടുത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ അധ്യാപകരെ പോലും നമ്മുടെ സ്കൂളുകളിൽ ലഭിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എത്ര പേർക്ക് മലയാളം അക്ഷരങ്ങൾ കൃത്യമായി അറിയാമെന്ന ചോദ്യവും കളിയാക്കുന്നവർ സ്വയം ചോദിക്കാവുന്നതാണ്. പരിമിതികളെ മനസ്സിലാക്കലും അതിനെ മറികടക്കാൻ ശ്രമിക്കലുമാണ് സത്യസന്ധവും ആത്മാർത്ഥവുമായ സമീപനം. എ റഹീം ആ സത്യസന്ധത ഇന്ന് കാട്ടിയിട്ടുണ്ട്. ഭാഷ അറിഞ്ഞുണ്ടെങ്കിലും അവരുടെ വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്റെ ഭാഷ മനസ്സിലാക്കാൻ അവർക്കും പ്രയാസം ഉണ്ടായിരുന്നില്ല. മാർജിനലൈസ്ഡായ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരെ കാണാൻ, അവരെ കേൾക്കാൻ പോകുന്നതിനിടയിൽ എൻ്റെ ഭാഷയെ മെച്ചപ്പെടുത്തി എല്ലാം ശരിയാക്കിയിട്ട് ഇതിനു വേണ്ടി ഇറങ്ങാൻ കഴിയില്ലല്ലോ. വന്ന കടുത്ത ട്രോളുകളെ പൂർണ്ണമായും ഞാനതിന് ഒരു വിരോധമില്ല. ഈ കല്ലേറുകൾ എൻ്റെ ഭാഷയെ മെച്ചപ്പെടുത്താൻ എന്നെ കൂടുതൽ വ്യക്തിപരമായി പ്രാപ്തനാക്കും. അത് എന്നെ കൂടുതൽ നവീകരിക്കാനും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനും പ്രാപ്തനാക്കും. അതിന് അവരോടും എനിക്ക് നന്ദിയുണ്ട്. എ റഹീം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഭാഗമാണ് വൻതോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. എന്നാൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായി കർണാടകയിലെ കൊഗ്ലു ഗ്രാമത്തിലുണ്ടായ പ്രശ്നത്തിന്റെ ഗൗരവം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ റഹീം ഇംഗ്ലീഷിൽ തന്നെ പറയുന്നുമുണ്ട്. അത് മാറ്റിവെച്ചാണ് ഒരു ഭാഗം മാത്രമെടുത്ത് പ്രചരിപ്പിച്ചത്. ഭാഷയല്ല, പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള സമീപനവും അതിലെ നേരുമാണ് ഒരാളെ നേതാവാക്കുന്നത്. വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റുകളോ പാണ്ഡിത്യമോ ഭാഷയിലെ പ്രാവീണ്യമോ ഒരാളെ നേതാവാക്കില്ല. സഹാനുഭൂതിയോടെ മനുഷ്യരെ കാണാൻ കഴിയുന്നവരെ ജനം നേതാവായി തെരഞ്ഞെടുക്കുമ്പോൾ ഇതൊന്നും അളവുകോൽ ആകാറുമില്ല. ഇംഗ്ലീഷ് അധ്യാപനം റഹീമിനെ അറിയാവുന്നുള്ള ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ എല്ലാ ലാംഗ്വേജും അങ്ങനെയാണല്ലോ. അല്ലാതെ ഇപ്പോൾ ജനപ്രതിനിധി ആവുന്നവരെല്ലാവരും പിന്നെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും അതിലൊക്കെ തന്നെ PhD എടുത്ത് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളാവണമെന്ന് നിർബന്ധമൊന്നും എടുത്ത് പറയുന്നില്ലല്ലോ. ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനാണ് അയാൾ പോയത്. അല്ലാതെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതല്ല. തമിഴല്ലാതെ ഒരു ഭാഷയും അറിയില്ല എന്നുള്ളത് ഒരു കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ ആയിരുന്ന കാമരാജിന്റെ തലപ്പൊക്കം ഒരിക്കലും കുറച്ചിട്ടില്ല. അറിയുന്ന ഭാഷയിൽ സമ്മതിച്ചും രാഷ്ട്രീയത്തിൽ ഇടപെട്ടുമാണ് കാമരാജ് മരണം വരെ രാഷ്ട്രീയത്തിൽ തല ഉയർത്തി നിന്നത്. വിദേശ ഭാഷകളടക്കം 17 ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നമുക്കുണ്ടായിരുന്നു, PV നരസിംഹറാവു. ആ പ്രധാനമന്ത്രി നിഷ്ക്രിയനും നിസ്സംഗനും നിശബ്ദനുമായി പോയപ്പോഴാണ് നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് പേരുടെ ഹൃദയങ്ങളെ നോവിച്ചും കീറിമുറിച്ചും ബാബറി മസ്ജിദിന്റെ മീനാരങ്ങളെ തകർത്ത് വെറും കല്ലും മണ്ണും മാത്രമാക്കിയത്. ആ നരസിംഹറാവുവിന്റെ പാർട്ടിയായ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP നടപ്പാക്കിയതുപോലെയുള്ള ബുൾഡോസർ രാജ് നടന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ നടപടി ഗൗരവമുള്ളതെന്ന് ഹൈക്കമാൻഡിന് പോലും തോന്നലുണ്ടായി. യലഹങ്കയ്ക്ക് സമീപമുള്ള കൊഗ്ലു ഗ്രാമത്തിൽ ഇല്ലാതായത് 200ഓളം വീടുകളാണ്. 1000ഓളം പേർ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായി. ഇതിൽ 70% പേർ മുസ്ലിങ്ങളും ദളിതരുമാണ്. ഡിസംബർ 20 പുലർച്ചെയാണ് ബുൾഡോസർ രാജ് നടപ്പാക്കിയത്. കോൺഗ്രസ് നേതാവും റവന്യൂ മന്ത്രിയുമായ കൃഷ്ണഭൈര ഗൌഡയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ ക്രൂരത നടന്നത്. അവിടേക്ക് ആ നാട്ടിലെ തന്നെ ഒരു മന്ത്രി എത്തിയത് പോലും സംഭവം നടന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്. രാജ്യം മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്യുകയും ജനവികാരം കോൺഗ്രസിനെതിരെ വരികയും ചെയ്തപ്പോൾ മാത്രം. BJPയുടെ ബുൾഡോസർ രാജിനെ എതിർത്ത കേരളത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗും കർണാടകയിലെ ബുൾഡോസർ രാജിനെ ന്യായീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കയ്യേറ്റം ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന കർണാടക സർക്കാരിന്റെ നിലപാട് കേരളത്തിൽ മുസ്ലിം ലീഗ് പോലും ഏറ്റുപാടി. അവിടെ അറിയിക്കുന്ന ആളുകൾക്ക് വേണ്ട പുനരധിവാസം ഞങ്ങൾ കൊടുക്കും. ഇതിൻ്റെ ന്യായത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വാർത്തയിലൊക്കെ വന്നുകൊണ്ടിരിക്കണ്ടല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ സ്ഥലം എന്ന് പറയുന്നത് പല പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് ഗവൺമെൻറ്റിന് ന്യായമായി ഒഴിഞ്ഞു കിട്ടേണ്ട ഒരു സ്ഥലമാണെന്നാണ് അവരുടെ വാദം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല.
രാജ്യമെങ്ങും സ്നേഹത്തിന്റെ കട തുറക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അനുയായികളാണ് കർണാടകയിൽ സംഘപരിവാർ വിദ്വേഷത്തിന്റെ തനിപ്പകർപ്പ് കാട്ടിയത്. മുസ്ലിങ്ങൾക്കും ദളിതർക്കും നിരാലംബർക്കും നേരെ ബുൾഡോസർ ഇരച്ചു കയറ്റിയത്. വൈകിയെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വം കർണാടകയിൽ തിരുത്തലുകൾ നിർദ്ദേശിച്ചു എന്നത് നല്ല കാര്യമാണ്. അതിന് പക്ഷേ കോൺഗ്രസ് ഇതര മതേതര പാർട്ടികളുടെ സമ്മർദ്ദവും ഇടപെടലും വേണ്ടിവന്നു എന്നത് ഒട്ടും ശുഭകരമല്ല. ലോകത്തെവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നീക്കം നടന്നാലും പ്രതികരണങ്ങൾ ഉയരുന്ന നാടാണ് കേരളം. വിവിധ സംഘടനകളും നേതാക്കളും അതിനെ അപലപിക്കാറുണ്ട്. കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ അത്തരം ശക്തമായ പ്രതികരണം ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് അത്ഭുതപ്പെടുത്തുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ന്യൂനപക്ഷ ഏകീകരണത്തെ അത് തകർക്കുമെന്ന് ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? അത്തരം പ്രതികരണങ്ങൾ വേണ്ടെന്ന് ഏതെങ്കിലും കേന്ദ്രങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുമോ?